ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു കോവയ്ക്ക ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കോവയ്ക്ക ഇഷ്ടമാണ്, അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം കോവയ്ക്ക നന്നായിട്ടൊന്ന് കഴുകി എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കോവയ്ക്ക വാങ്ങിയതിൽ പകുതി മൊത്തം എന്താണെന്ന് വെച്ചാൽ ഫുള്ളും പഴുത്തതാണ് കേട്ടോ. അതാണ് ഈ കോവയ്ക്ക വാങ്ങിയാലുള്ള പ്രശ്നം. അപ്പോൾ ഇതിന് നമുക്കിതൊക്കെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഫ്രൈ ആണ് കേട്ടോ, കോവയ്ക്ക ഫ്രൈ. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാവേ. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ട് കുറച്ച് കറിവേപ്പിലയും ഇനി പൊടികളാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. കുറച്ച് ഉപ്പും, ആവശ്യത്തിന് ഉപ്പും, ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും, എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാവേ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇനി ഫ്രൈ ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു പാന് വെച്ച് കൊടുക്കാം. അതിലോട്ട് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതൊന്ന് കോവയ്ക്ക ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് ആദ്യം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇടയിൽ ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതിന് കോവയ്ക്കൊക്കെ പാതിയോളം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് മൊരിഞ്ഞ് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. അപ്പോൾ തന്നെ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊന്ന് നമ്മൾ ചുമ്മാതെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതിന് കോവയ്ക്ക ഫ്രൈ ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.